ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് തുലാം 1. തുലാം 1-ന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്നത്തെ ദിവസത്തിനും അതുപോലെ തന്നെ ഈ തുലാം മാസത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ നമ്മൾ പ്രകൃതിയായിട്ട് ഒരുപാട് ഇണങ്ങി നിൽക്കുന്ന ഒരു മാസമാണ് തുലാം മാസം. അതിനെപ്പറ്റി കറക്റ്റായിട്ട് പറയാൻ എനിക്കറിയില്ലെങ്കിലും തുലാം മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല. എന്തൊക്കെയുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. വീട്ടിലെ അമ്മ ഇന്നലെ രാത്രി പറയുന്നത് കേട്ടായിരുന്നു. തുലാമാസമാണ്, തുലാം 1-ാം തീയതിയാണ്. ഒരുപാട് എന്തൊക്കെയോ എന്തോ പറയുന്നത്, ഈ കൃഷികൾ, കളകൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, മഴ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു 1-ാം തീയതിയാണ്. അതുമാത്രമല്ല, ഇനി കറക്റ്റ് 30 ദിവസം, 30 ദിവസം കൂടെ കഴിഞ്ഞാൽ വൃശ്ചികം 1-ാം തീയതി ആവും. വൃശ്ചികം 1-ാം തീയതി മലയ്ക്ക് പോകാനുള്ള മാസമായി. അപ്പോഴേ ഇത്തവണ എന്തായാലും ഞാൻ മലയ്ക്ക് പോകുന്നുണ്ട്. മലയ്ക്ക് പോകാനായിട്ട് മാലയിടുന്നുണ്ട്. മാക്സിമം ഈ മാസം മെയിനായിട്ടും തുലാമാസം 15, 20 ആകുമ്പോഴാണ് ഓരോരുത്തർ മലയ്ക്ക് പോകാനായിട്ട് മാലയിടുന്നത്. 1-ാം തീയതിയൊക്കെ മലയ്ക്ക് കയറുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ തുലാമാസത്തിലെ മെയിനായിട്ട് ഇതാണ് കേട്ടോ. തുലാമാസത്തിലെ മാല ഇടാറുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ വൃശ്ചികം 1-ാം തീയതി മാല ഇടുന്നവരുണ്ട്. തുലാമാസത്തിലാണ് കൂടുതൽ ആൾക്കാരും മാല ഇടുന്നത്. കാര്യം വൃശ്ചികത്തിലൊക്കെ 1-ാം തീയതി മല കയറാൻ വേണ്ടിയൊക്കെ ഓരോരുത്തർ തുലാം മാസത്തിലെ മാല ഇടുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഞാൻ ഈ മാസം ഒരു 20-ാം തീയതി, 25-ാം തീയതി ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇടത്തുള്ളൂ. അതായത് മാക്സിമം വൃശ്ചികം 1-ാം തീയതി ആവും ഞാൻ മാല ഇടാൻ. പിന്നെന്താ പറയാമെന്ന് ചോദിച്ചാൽ, ഇത്തവണ പുൽമേട് വഴിയായിരിക്കും ഞാൻ മലയ്ക്ക് പോകുന്നത്. ബാക്കി കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാം.